ഹായ് സ്റ്റുഡൻസ്, നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം കേട്ടോ. ഇന്നുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീരും കേട്ടോ. നിങ്ങളുടെ ഇനിയുള്ള ചാപ്റ്ററുകളെല്ലാം ഷോർട്ട് ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൂടിയാൽ എത്രയാണ്, ഇത് ഇപ്പോ ഉള്ളതിന്റെ കാര്യമാണോ പറയുന്നത്, അതോ ഇനി 2 കൊല്ലം കഴിഞ്ഞുള്ളതിന്റെ കാര്യമാണോ പറയുന്നത്, അതോ റെഡ്യൂസ് ചെയ്യാണോ പറയുന്നത്, അതോ ആഡ് ചെയ്യാനാണോ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടേ ആൻസറിലേക്ക് പോകാവുള്ളൂ, ആ മെത്തേഡിലേക്ക് പോകാവുള്ളൂ. എന്തെങ്കിലും കാണുമ്പോൾ ഇൻടു ദാറ്റ് നമ്പർ ബൈ 100 ഇട്ട് വെക്കരുത് കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, റൈറ്റ് ഡൗൺ ദാറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ആക്ടിവിറ്റീസിനുള്ള ആ പേജ് നോക്കിയാൽ മതി, പ്രോബ്ലം നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ ബൈസിക്കിൾ വാസ് 3,400 rupees ലാസ്റ്റ് മന്ത്. നൗ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 15%. വാട്ട് ഈസ് ദ പ്രൈസ് നൗ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിയുടെ സൈക്കിളിന് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം 3,400 rupees ആയിരുന്നു. ഈ മാസം ആയപ്പോഴത്തേനും അത് സാധാരണ സാധനങ്ങളെല്ലാം വില കൂടി അല്ലെ, പക്ഷെ നമ്മുടെ സൈക്കിളിന്റെ മാത്രം വില കുറഞ്ഞു എന്നാണ് ടെക്സ്റ്റ് ബുക്ക് അടിച്ചപ്പോഴത്തെയാണ് കേട്ടോ. 15% കുറഞ്ഞു, റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ വില എന്താണ്? അങ്ങനെ അതായത് പിന്നെ 15% റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ടോട്ടലി ചെയ്യുന്ന എത്രയിലാണ്? 100 ആണ് അല്ലെ. അപ്പൊ 15% റെഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പം 100ൽ നിന്നും 15 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 85. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പം ടോട്ടലിൽ നിന്ന് ആ പെർസെന്റേജ് അല്ലെങ്കിൽ ആ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ പെർസെന്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ നൗ. The price of the bicycle now is equal to price of the bicycle now. Price of the bicycle now എന്ത് വരും? എത്രയാണ് പറയുക? പെർസെന്റേജ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 85 ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഓർത്താച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്ര നമുക്ക് എഴുതാം? 3,400 into 85/100. ശ്രദ്ധിക്കണേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ ഒരെണ്ണം ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ ചെയ്തപ്പോ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെ. തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. കാരണം നമ്മൾ ആദ്യം ഒരു ലൈവ് ക്ലാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീണ്ടും വീഡിയോയിലോട്ട് പോയി. അപ്പൊ ചെയ്തില്ല എന്നുള്ള ആ ഒരു ഇതിലങ്ങ് പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. 100 ക്യാൻസൽ ചെയ്തു, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2,890 rupees. മൾട്ടിപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ ആൻസർ എക്സാമിന് കാൽക്കുലേഷൻ കോളത്തിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ദ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാച്ച് പ്രൈസ് ദാറ്റ് 3,680 rupees in now sold for 20% less. ഈ ലെസ്, റെഡ്യൂസ് ഇതെല്ലാം ഒരു മീനിങ് തന്നെയാണ്, കുറയുക തന്നെ ചെയ്തിരിക്കുന്നത്. ലെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയാം, നമുക്ക് ഉള്ളതിനേക്കാളും കുറയുക ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൈസ് നൗ? കേട്ടോ, 20% ഇവിടെ കുറഞ്ഞല്ലേ. ഒരു വാച്ചിന്റെ വില അല്ലെങ്കിൽ പ്രൈസ് 3,680 ആണ്. 20% കുറച്ചാണ് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലെസ് ചെയ്താണ് വിൽക്കുന്നത് അല്ലെ, സോൾഡ് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഇത് വാങ്ങാനായിട്ട് എത്ര രൂപ കൊടുക്കണം? അങ്ങനെയാണ് നമ്മളിപ്പോ കടയിൽ ചെന്നപ്പോ പറയാണ്, സാറ് പറയാണ്, അല്ലെ കടയിലെ ആള് പറയാണ് 20% റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ആ വാച്ച് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കടയിൽ കൊടുക്കണം അല്ലെ? ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ധാരാളം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ പിന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ എഴുതാം നമുക്ക്. ദ പ്രൈസ് ഓഫ് എ വാച്ച് നൗ. ദ പ്രൈസ് ഓഫ് എ വാച്ച് നൗ ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 3,680 ആയിരുന്നു. 20% ലെസ് ചെയ്തു. That means 100 minus 20 is equal to 80. അപ്പൊ പെർസെന്റ് എത്രയാ വരുന്നത്? 80/100. 0 ഈ 0 ക്യാൻസൽ ചെയ്തു. പിന്നെ വെച്ച് ഇപ്പോഴത്തെ പുതിയ എമൗണ്ട് 2,944 rupees. 2,944
rupees. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്തെടുക്കുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഈ ചാപ്റ്ററിൽ എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാം. പിന്നെ ആകെപ്പാടെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാത്രം സാധാരണ ഡയറക്റ്റ് പറയുന്നതാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ആഡ് ചെയ്തു എന്നൊക്കെ പറയും മാത്രം ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The amount of rainfall this year is calculated to 20% more than last year. കഴിഞ്ഞ വർഷത്തേക്കാളും 20% മഴ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും 20% കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ലാസ്റ്റ് ഇയേഴ്സ് റെയിൻഫോൾ വാസ് 230 centimeters. ലാസ്റ്റ് ഇയർ 230 centimeters. സെന്റിമീറ്ററിലാണ് നമ്മൾ സെന്റിമീറ്ററിലായിരുന്നു അത്രയുമായിരുന്നു മഴ കിട്ടിയത്. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദിസ് ഇയർ? അങ്ങനെയാണെങ്കിൽ ഈ വർഷം ആവറേജ് എത്ര സെന്റിമീറ്റർ ആണ് മഴ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എത്രയാണ്? മോർ ദാൻ 20. നോട്ട് ചെയ്ത് വെക്കണേ, മോർ ദാൻ 20. ദാറ്റ് മീൻ 100 പ്ലസ് 20. ലെസ് ഓർ റെഡ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 100 മൈനസ് ചെയ്തിരുന്നു. നേരെ ഓപ്പോസിറ്റ്, മോർ ദാൻ കൂടി. അപ്പോൾ 100 പ്ലസ് ഹൗ മെനി പെർസെന്റ്? 20. അപ്പൊ 120 ആണ് നമ്മൾ എടുക്കേണ്ട പെർസെന്റേജ് സിംബോളിക്കലി കേട്ടോ. അപ്പൊ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദിസ് ഇയർ, ദ എമൗണ്ട് ഓഫ് rainfall this year is equal to 230 അല്ലേ? Okay, 230 into more than 20, that means 120 by 100. എളുപ്പമല്ലേ? 0 0 0 0 cancel is equal to just multiply. Answer 276 centimeter. നമ്മൾ സെന്റിമീറ്റർ തന്നെയാണ് അതിനൊക്കെ ലാസ്റ്റ് ഇയറിലെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് സെന്റിമീറ്റർ തന്നെ എഴുതി. 276 സെന്റിമീറ്റർ റെയിൻഫോൾ നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person earned 12,000 rupees last month and 86% more this month. How much is this month earning? കഴിഞ്ഞ വർഷം ഒരാളുടെ വരുമാനം നമുക്കും അങ്ങനെ തന്നെയായിരുന്നു അല്ലെ? കൊറോണ ഒക്കെ വന്നപ്പോഴത്തേനും കുറച്ച് വരുമാനത്തിന്റെ കാര്യത്തിലും പൈസയുടെ കാര്യത്തിലും ചെലവിന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് ലാഭത്തിന്റെ കാര്യത്തിൽ നഷ്ടമെല്ലാം നമുക്ക് എമൗണ്ട് എല്ലാം അങ്ങ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഒരാളുടെ ഓരോ മന്ത്ലി അലവൻസ് അല്ലെങ്കിൽ മാസ വരുമാനം 12,000 rupees ആയിരുന്നു. ഈ വർഷം വരുമാനം 6% കൂടി. കണ്ടോ, ഈ വർഷം കൂടി കേട്ടോ. കൊറോണ ആയപ്പോഴാണ് കുറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൂടിയായിരുന്നു. ഇപ്പോൾ ആളുടെ മാസ വരുമാനം എത്ര രൂപയാണ്? അങ്ങനെയാണെങ്കിൽ 6% കൂടി കഴിഞ്ഞപ്പം എത്ര എമൗണ്ട്? ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, കൂടുകയാണ് ചെയ്തിരിക്കുന്നെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന നമ്പറേക്കാളും ഗ്രേറ്റസ്റ്റ് നമ്പർ ആയിരിക്കും ആൻസർ വരുന്നത്. കുറയുവാണെങ്കിൽ കുറവായിരിക്കും വരുന്നത്, ഓർത്തോണം. ഓക്കെ, എഴുതിക്കോ. ദിസ് മന്ത് ഏർണിംഗ്, സോറി, ദിസ് മന്ത് ഏർണിംഗ് ഈസ് ഈക്വൽ ടു 12,000 into 6% കൂടി. therefore 106 നോട്ട് ചെയ്യണേ. by 100 ക്യാൻസൽ ചെയ്തു. ഫൈനൽ ആൻസർ 12,720 rupees. 12,720 rupees. Okay, good. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാം അല്ലെ? അടുത്ത ആക്ടിവിറ്റീസ്. ഇതൊക്കെ എല്ലാം നമുക്ക് എളുപ്പമുള്ള ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് 2-3 ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാം. ദ നെക്സ്റ്റ് പേജിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി, എക്സ്പ്ലെയിൻ ഈച്ച് പേഴ്സൺ ബിലോ ആസ് എ ഫ്രാക്ഷൻ ഓഫ് സംതിങ്. ഫ്രാക്ഷൻസിലാണ് തന്നിരിക്കുന്ന പെർസെന്റേജ്. അതിനെ നമുക്കൊന്ന് പെർസെന്റേജോട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. എളുപ്പമാണ്. 1-2 പ്രോബ്ലം നമ്മൾ ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്കേ അവസാനിപ്പിക്കാം. ഓക്കെ, നോക്കിക്കോ. Six 1/4%. 6 1/4%. നമുക്ക് ആദ്യം തന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഒന്ന് മാറ്റാം അല്ലെ?
പെർസെന്റേജ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റണം അല്ലെ, മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് മാറ്റാം. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന 25/4 എന്നാ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ പെർസെന്റേജ് അല്ലെ. അപ്പൊ 6 1/4 പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻറ്റു 1/100 ഇൻറ്റു 1/100. 2500 ക്യാൻസൽ ചെയ്യുമ്പോൾ 4, therefore 1/16. അപ്പൊ 6 1/4 പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/16. എളുപ്പമല്ലേ? ഒന്നോ രണ്ടോ തവണ ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ 6 2/3 പെർസെന്റേജ് എത്ര വരും? മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോ നമുക്ക് 20/3 എന്ന് കിട്ടും. Therefore 20/3 into 1/100. കണ്ടോ? എളുപ്പമല്ലേ? എത്ര ആൻസർ കിട്ടി? 1/15. അപ്പൊ 6 2/3 പെർസെന്റേജ് ഈസ് ഈക്വൽ ടു 1/16. ദാറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഫോം. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം അല്ലെ. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ജസ്റ്റ് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചിരുന്നാ മതി. 8 1/3 8 1/3 ഈസ് ഈക്വൽ ടു 25/3. ഇതിനെ മാറ്റുമ്പോൾ എന്ത് വരും? ഇൻറ്റു 1/100. കണ്ടോ? എളുപ്പമല്ലേ? 4. Therefore fraction form 1/12. Fraction form 1/12. അപ്പൊ നിങ്ങള് വേഗം ചെയ്തോളുക. ഓക്കെ, ബാക്കിയുള്ള 2-3 എണ്ണം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് മൾട്ടിപ്ലൈ ഫ്രാക്ഷൻ മാറ്റുന്നതൊക്കെ നമ്മള് എന്തേലും ടൈം കളഞ്ഞ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും നമുക്ക് ഒത്തിരി സമയം ഇപ്പൊ നമുക്ക് കളയേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾ വീഡിയോസിലെ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പ്രിപ്പയർ ആവുക. ഓക്കെ, എക്സാമിന് റെഡി ആവുക. റൈറ്റ് ഡൗൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചെയ്യാം. Take your textbook. Last exercise. Okay, express the percentage fraction below indicates. അപ്പൊ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മളെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താക്കണം? പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ആ പ്രോസസ്സിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവം ചെയ്താൽ മതി. 1/100 ചെയ്തെടുത്ത് ഇൻറ്റു 100. 1/100 ചെയ്തെടുത്ത് ഇൻറ്റു 100. വേറെ ഒരു സംഭവം ഇല്ല അല്ലെ. നമ്മള് പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കിയപ്പോ 1/100. തിരിച്ച് ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് നടക്കണ്ടേ? നടക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് എഴുതാം. ഫ്രാക്ഷൻ ഇതാണ് 3/8. 3/8നെ എന്താക്കണം? പെർസെന്റേജ് ആക്കണം. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? ഇൻറ്റു 100 എന്ന് വെച്ചാൽ 100 എന്ന് വെച്ചാൽ 1/1 എന്നാണ് അർത്ഥമേ. അപ്പൊ 300/8. 300/8 ഈസ് ഈക്വൽ ടു നിങ്ങൾ തന്നെ ചെയ്യണേ 37 1/2 പെർസെന്റേജ്. ഒന്ന് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. 37 1/2 പെർസെന്റേജ്. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 300/8. ഓക്കെ, 24 60. റിമൈൻഡർ എന്ത് വന്നു? 4 വന്നു. അപ്പൊ 37 4/8 എന്ന് വരും. ഇതിനെ കട്ട് ചെയ്തപ്പോ കിട്ടിയതാണ് 1/2. 1/2. അപ്പൊ ഫൈനൽ ആൻസർ 37 1/2 പെർസെന്റേജ്. ഓക്കെ, എളുപ്പമല്ലേ? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങളിവിടെ 4/8 എഴുതിയാൽ നോ പ്രോബ്ലം കേട്ടോ. അങ്ങനെ എഴുതി വെച്ചു. കാരണം മാക്സ് സിംപ്ലിഫിക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല, അറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം അല്ലെ. 7/20. 7/20. 7/20. 7/20 into 100 അല്ലേ? അതായത് 1/1. ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. 5 35%. 35% എളുപ്പത്തിൽ നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞുള്ള ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം അല്ലെ. ജസ്റ്റ് ഇൻറ്റു 100 കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
What is the difference between 40% of 60 and 60% of 40? Confusion ആയോ? അതായത് what is the difference between 40% of 60? 60യുടെ 40%ഉം 40യുടെ 60%ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ? ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ലെന്നേ, നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ ഇവിടെ ചെയ്യാനൊന്നുമില്ല. ഫസ്റ്റ് വൺ 40% ഓഫ് 60 ഈസ് ഈക്വൽ ടു എന്ത് വരും? 60 into 40/100 വെട്ടി 24 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് തിരിച്ച് 60% ഓഫ് 40 60% ഓഫ് 40 അല്ലേ? ഓക്കെ ഗുഡ്. അപ്പൊ എന്ത് വരാം? 40 into 60/100 000 എത്ര വന്നു ആൻസർ? 24. കണ്ടോ? 24. ഇനി നമ്മൾ നോക്കിയേ 40% ഓഫ് 60 ആൻഡ് 60% ഓഫ് 40 രണ്ടും ഈക്വലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? അതായത് ഈ രണ്ട് ആൻസറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതങ്ങ് എഴുതിയാൽ മതി. ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ പ്ലസ് ചെയ്യുക. ഡിഫറൻസ് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആൻസർ 0 ആണ് 0, 1 ആണ് 1, 2 ആണ് 2, എത്രയാണ് എഴുതുക. അപ്പൊ എഴുതാം ഡിഫറൻസ് ബിറ്റ്വീൻ 40% of 60 and 60% of 40 is 0. ഇത്രയുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവേ, തന്നെ ചെയ്യാം. നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. The next one is if 40% of 20 is added to 30% of 50, we get, കണ്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 50% of a number. What is this number? എന്താ പറഞ്ഞേക്കുന്നേ? 40% of 20 എന്ന് അതിന്റെ കൂടെ 30% of 50 ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും? നമ്മൾ കണക്ക് കൂട്ടുന്ന ആ നമ്പറിന്റെ 50%. ഒന്ന് ചെയ്യാം കേട്ടോ, വേഗം ചെയ്തോ. 40% ഓഫ് 20 40% of 20 is equal to 20 into 40/100 000 cancel is equal to 8 എന്ന് നമുക്ക് ആൻസർ കിട്ടി. The next one is 30% of 50 30% of 50 അല്ലേ? അതെ. ഓക്കെ, therefore 50 into 30/100 000 cancel is equal to 15 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലെ? ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആൻസർ 8 plus 15 is equal to 23 എന്ന് കിട്ടി. ഇത്രയും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ. ഈ 50% of a number is 23. If 50% of a number is 23 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? 23 എന്ന് പറയുന്നത് 50/100 ആണ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 50/100 എന്ന് പറഞ്ഞാല് 1/2. ശരിയല്ലേ? A number 23 is 50/100, അതായത് 1/2. 50/100 ഇത് 0 ക്യാൻസൽ ചെയ്ത് 5/10 എന്ന് പറയുന്നത് 1/2 എന്ന് നമുക്ക് ആൻസർ. ഹാഫ് ഓഫ് ദ നമ്പർ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഹാഫ് ഓഫ് ദ നമ്പർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23% of a number is 69. What is the number? എങ്ങനെ നമുക്ക് ചെയ്യാം? 23% of a number is 69. What is the number? 23% of a number is 69 എന്ന് പറഞ്ഞാൽ എന്താണ്? 23/100 ആണ് അല്ലേ? അതായത് ആ നമ്പർ ഈസ് ഈക്വൽ ടു 100/23 എന്ന് എടുക്കാം. A number is equal to 100/23 times 69 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 69 into 100
23. ഒരു നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഇച്ചൂടെ വ്യക്തമാക്കി പറയാം. നിങ്ങൾക്ക് ചിലപ്പോ ഇച്ചിരി കൺഫ്യൂഷൻ ആവും. 7th കയറുമ്പോഴത്തേന് ഇച്ചൂടെ എളുപ്പമായിക്കോളൂ കേട്ടോ. എ നമ്പർ എന്നുള്ളതിനെ നമുക്ക് ഒരു എ എന്ന് നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 23/100 എന്നാ പറഞ്ഞത് അല്ലേ? അതായത് എ ഈസ് ഈക്വൽ ടു 23/100. എ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 23/100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? 69 into 100/23. നേരെ തിരിച്ചെടുത്താലല്ലേ പറ്റുള്ളൂ നമ്പർ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് നമ്പർ ഈസ് ഈക്വൽ ടു 23/100 ടൈംസ് അല്ല, 23/100 അല്ല, സോറി, 100/23. 100/23 times 69. That means 69 into 100/23. നിങ്ങള് വലിയ വലിയ എന്താ പറയുന്നത്, ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പഠിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഇച്ചൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ആകുന്നവര് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു 3 പ്രോബ്ലം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് ലൈവ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടുമുട്ടും വരെ